നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുമെന്ന് യേശു പ്രസംഗിച്ചു എന്നാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. ആ പ്രസംഗത്തോട് അനുകൂലമായി പ്രതികരിച്ചവരാണ് ആദിമ ശിഷ്യന്മാർ. തൊട്ടുപുറകെ വലിയ പുരുഷാരം വചനം കേൾക്കാൻ തടിച്ചുകൂടി. നമുക്കറിയാം, കഴിഞ്ഞ 400 വർഷങ്ങളായിട്ട് ദൈവവചനമില്ലായിരുന്നു, പ്രവാചകന്മാരില്ലായിരുന്നു, അന്ധകാരകാലമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ വളരെ ചുരുക്കം നാളുകൾ അല്ലെങ്കിൽ ചില മാസങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്ത് യോർദാന്റെ ഇരുകരയിലും പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ കർത്താവായ യേശു പ്രസംഗിക്കുക മാത്രമല്ല, തന്റെ അടുക്ക വന്ന രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധിതർക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ അധികാരത്തോടു കൂടിയ വാക്കുകൾ, ഉപദേശങ്ങൾ കേട്ടപ്പോൾ അത് ഒരു ധർമ്മോപദേശമായി, അല്ലെങ്കിൽ അത് പഴയ നിയമ പ്രവാചകന്മാർ ചെയ്യുന്നത് പോലെ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിങ്ങൾ നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ധർമ്മോപദേശം ആയിരുന്നില്ല. മറിച്ച് പഴയ നിയമത്തിൽ യഹൂദന്മാരോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിന് സമനാണ് എന്ന് യേശു ഇവിടെ സ്ഥാപിക്കുകയാണ്. കർത്താവായ യേശു പഴയ നിയമ ഉപദേശങ്ങളുടെ ശരിയായ വ്യാഖ്യാനം ഇവിടെ നൽകാൻ ശ്രമിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണമാണ്. യേശു ഒരു മലയിൽ കയറിയാണ് ഈ പ്രസംഗം ചെയ്തത്. യഹൂദ റബ്ബിമാർ ഇരുന്നുകൊണ്ടാണ് പ്രസംഗിച്ചിരുന്നത്. യേശുവും അതുപോലെ ഉയർന്ന ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചു. ജനം ശ്രദ്ധിച്ചു. യേശു ആദ്യം പറഞ്ഞത് ദൈവരാജ്യ പ്രജകളുടെ നിലവാരത്തെക്കുറിച്ചാണ്. ഇതൊക്കെ ചെയ്താൽ രക്ഷിക്കപ്പെടും എന്നല്ല, രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ ആയിരിക്കുമെന്നാണ്. യേശു പറഞ്ഞ ചില വാക്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ, മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകും. അപ്പോൾ മനുഷ്യരോട് യാതൊരു ശകാരവും പറയാതെ, ആരെയും നിന്ദിക്കാതെയൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് ഒരു ഉപദേശം അതുകൊണ്ട് സ്ഥാപിക്കാറുണ്ട്. എന്നാൽ യേശു പറയുന്നത് സഹോദരനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിസാര, മൂഢ എന്നൊക്കെ പറയുന്നത് നരകവിധിക്ക് യോഗ്യമായ പാപമാണ്. കാരണം നരകത്തിൽ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ മാത്രമല്ല, വാക്കുകൾക്കുള്ള ശിക്ഷയുണ്ട്. ഏത് നിസാര വാക്കിന് ന്യായവിധിനാൾ കണക്ക് പറയേണ്ടി വരും എന്ന് വാക്യമുണ്ട്. അത് രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ കാര്യമാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകളെ ദൈവം ന്യായം വിധിച്ച് ശിക്ഷിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി മാത്രം നോക്കിയല്ല, അവരുടെ നോട്ടത്തിലുള്ള പാപം, സംസാരത്തിലുള്ള പാപം, അവരുടെ കേൾവിയിലുള്ള പാപം, അവരുടെ ചിന്തയിലുള്ള പാപം, ഇതിനെയെല്ലാം ദൈവം ന്യായം വിധിക്കും. അപ്പോൾ മറ്റുള്ളവരെ നിന്ദിക്കുന്ന, നിസാരവൽക്കരിക്കുന്ന ആ പാപം അത് നരകവിധിക്ക് യോഗ്യമായ പാപമാണ്. എന്നാൽ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് അവരുടെ നോട്ടത്തിന്, അവരുടെ കേൾവിക്ക്, അവരുടെ സംസാരത്തിന്, അവരുടെ ചിന്തയ്ക്ക്, അവരുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ടാകും, ആ ഒരു നിലവാരമുണ്ടാകും. അതിനാണ് കർത്താവ് വന്നത്, ആ വ്യത്യാസം വരുത്താനാണ്.
മത്തായി 5:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഭാഗ്യവർണ്ണന എന്നറിയപ്പെടുന്നു. യേശു പ്രസ്താവിച്ച ഭാഗ്യവർണ്ണന അന്നത്തെ യഹൂദ മത നേതാക്കളുടെ നിലവാരത്തിൽ നിന്ന് തുലോ വ്യത്യസ്തമായിരുന്നു. യേശു ചെയ്ത പല അത്ഭുതങ്ങളും യഹൂദ മതപുരോഹിതന്മാരെ ചൊടിപ്പിക്കുന്നതും യഹൂദ മത കർമാചാരങ്ങളുടെ നിരർത്ഥകത തെളിയിക്കുന്നതുമായിരുന്നു. യേശു ചെയ്ത ഒന്നാമത്തെ അടയാളമായ വെള്ളം വീഞ്ഞാക്കിയ ആ കാനാവിലെ സംഭവം യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരമുള്ള കൽപാത്രങ്ങളിലായിരുന്നു. അപ്പം യേശു ചെയ്ത ഒന്നാമത്തെ അടയാളം തന്നെ യഹൂദ മതത്തിന് മനുഷ്യനെ സഹായിക്കാൻ കഴിയുകയില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. യേശു പലർക്കും സൗഖ്യം നൽകിയത് ശബത്തിലായിരുന്നു. ശബത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ശബത്തിൽ ഒരാളെ സൗഖ്യമാക്കുന്നത് ഒരു ഡോക്ടറുടെ ജോലിയാണ്. അതുകൊണ്ട് വൈദ്യം പണിയൊന്നും ശബത്തിൽ പാടില്ല എന്നുള്ളതാണ് അവർ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ യേശു അതിനെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ട് സൗഖ്യമായി. ഈ കുഷ്ഠരോഗികളെയും രക്തസ്രാവക്കാരികളെയും തൊടാൻ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് ആളുകളെ തൊടാൻ യഹൂദന്മാർ അനുവദിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ബൈബിളിൽ പഴയ നിയമത്തിൽ അത് നിഷിദ്ധമായിരുന്നു. പക്ഷെ യഹൂദന്മാരുടെ ആചാരങ്ങൾക്കും അല്ലെങ്കിൽ ആ ന്യായപ്രമാണത്തിനും എതിരായിട്ടാണ് ക്രിസ്തു പെരുമാറിയത്. കാരണം അതിന്റെ ശരിയായ അർത്ഥം യേശു പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ശരിയായ അർത്ഥത്തിലേക്ക് ആളുകളെ നയിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് താൻ എന്ന് യേശു തെളിയിക്കുകയായിരുന്നു. ഭാഗ്യവർണ്ണനയിൽ ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്രരായിരിക്കണം, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രാവ് ഭാഗ്യവാന്മാർ എന്നാണ്. ആത്മീയ വിഷയത്തിൽ താൻ പോരാത്തവനാണ് എന്ന ചിന്തയാണ് ഇവിടുത്തെ വിവക്ഷ. പക്ഷെ യഹൂദ ശാസ്ത്രിമാരും പരീശന്മാരും സ്വയനീതി നിമിത്തം ആത്മീക ധനികരെന്ന ചിന്തയുള്ളവരായിരുന്നു. കാരണം അവർക്ക് ന്യായപ്രമാണമുണ്ട്. ദൈവം കൈകൊണ്ട് എഴുതി കൊടുത്ത ന്യായപ്രമാണമുള്ള ജനപദ യഹൂദന്മാരാണ്. വാസ്തവത്തിൽ അവരത് പാലിക്കുന്നില്ലെങ്കിലും പാലിക്കുന്നു എന്ന് ഭാവിച്ച ആത്മീക ധനികരാണ് എന്നാണ് അവര് തങ്ങളെ തന്നെ വിലമതിച്ചിരുന്നത്. പക്ഷെ യേശു പറയുകയാണ്, ആത്മാവിൽ ദരിദ്രനാണ്. എനിക്ക് എന്റെ പ്രയത്നം കൊണ്ട് സ്വർഗത്തിലെത്താൻ സാധിക്കയില്ല, എന്റെ ഭക്തി കൊണ്ട്. അതുകൊണ്ട് ദൈവസഹായം എനിക്ക് വേണം. ഞാനൊരു ദരിദ്രനാണ്, ആത്മീക ദരിദ്രനാണ് എന്ന ചിന്തയാണ് ഒന്നാമത് വേണ്ടതെന്നാണ് യേശു പറഞ്ഞത്. രണ്ടാമത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ ആത്മീക പാപ്പരത്വം ഓർത്ത്, തങ്ങളുടെ പാപത്തെ ഓർത്ത് ദുഃഖിക്കണം എന്നാണ്. അത് പ്രവൃത്തിയിലെ പാപം മാത്രമല്ല, നോട്ടത്തിലും സംസാരത്തിലും കേൾവിയിലും ചിന്തയിലും ഉള്ള പാപങ്ങളെ കൂടെ ഓർത്തെടുത്ത് അതേക്കുറിച്ച് ദുഃഖിക്കുന്നവരായിരിക്കണം. അതാണ് രക്ഷയിലേക്ക് നയിക്കാനുള്ള രണ്ടാമത്തെ പടി. യഹൂദ നേതാക്കള് ന്യായപ്രമാണം പാലിക്കുന്നെന്നും അതിനാൽ പാപമില്ലാത്തവരെന്നും ധരിച്ച് ദുഃഖമില്ലാത്തവരായിരുന്നു. അങ്ങനെ പാടില്ല. ആ യഹൂദരുടെ ചിന്താഗതിക്കെതിരെയാണ് യേശു സംസാരിക്കുന്നത്. അടുത്തതായിട്ട് സൗമ്യതയുള്ളവർ. എന്നാൽ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന നിന്ദാപരിഹാസങ്ങൾ സൗമ്യതയോടെ നേരിടണം എന്നാണ്. നീതിക്ക് വിശന്ന് ദാഹിക്കുക എന്നാൽ നീതി ചെയ്യാനുള്ള വിശപ്പാണ്. കരുണയുള്ളവർ എന്നാൽ നല്ല ശമരിയക്കാരനെ പോലെ ജാതി നോക്കാതെ കരുണ കാണിക്കേണ്ട കാര്യമാണ്. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. എന്നാൽ ശരീരശുദ്ധിയിലല്ല പ്രശംസിക്കേണ്ടതെന്നാണ്. യഹൂദന്മാര് വലിയ ശരീരശുദ്ധിക്കാരായിരുന്നു. കൈയും കാലുമൊക്കെ കഴുകി ഇട്ട് ദൈവത്തിന്റെ അടുക്ക വന്നാൽ ദൈവത്തിന് അതിന്റെ വലിയ പ്രസാദമാണ് എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ പുറമേയുള്ള ഈ ശരീരശുദ്ധിയോ അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതോ അതൊന്നുമല്ല. അകം നന്നാകണം, ഹൃദയശുദ്ധി. അതാണ് അത്. യേശുവിനാൽ പുതിയ സൃഷ്ടികളായവർക്കേ അത് സാധിക്കൂ. ഒരുത്തൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആണല്ലോ വന്നത്. പാപം ക്ഷമിക്കാനല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ പുതിയ സൃഷ്ടികളാക്കാനാണ് വന്നത്. അടുത്തതായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം അനുഭവിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്കുണ്ടാകാൻ ശ്രമിക്കണമെന്നാണ്. ദൈവത്തിന്റെ നീതിയുടെ നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെങ്കിലും അത് സന്തോഷത്തോടെ സഹിക്കണം. ഈ നിലവാരമുള്ളവർക്ക് ഭൂമിയിൽ ആശ്വാസവും അനുഗ്രഹവും സന്തോഷവും ഉണ്ടായിരിക്കും. അവർ സ്വർഗരാജ്യത്തിന്റെ അവകാശികളുമായിരിക്കും. അവർ ദൈവത്തെ തീർച്ചയായിട്ടും കാണും. അതാണ് ഈ ഗിരിപ്രഭാഷണത്തിന്റെ മുഖവരിയിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.